കൊട്ടാരക്കരയിലെ ഒരു പ്രധാന വസ്ത്രവ്യാപാര കേന്ദ്രത്തിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വസ്ത്രമൊന്നും വാങ്ങാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പുതിയ വസ്ത്രങ്ങളടക്കം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. വളരെ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു ദുരിത സമയത്ത് അദ്ദേഹം കാഴ്ചവെച്ചത്. ഷൈൻ എന്നാണ് ആ വ്യാപാരിയുടെ പേര്. നമുക്ക് എന്താണ് ഈ ഒരു ഇത്രത്തോളം വസ്ത്രങ്ങൾ ക്യാമ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരു ദിവസം രാവിലെ ഉറക്കം വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഗ്രാമം ഒന്നാകെ ദുരിതത്തിൽ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു. അപകടത്തിന്റെ തീവ്രത തുടർന്നുള്ള മണിക്കൂറിലാണ് വ്യക്തമായി മനസ്സിലായത്. കാരണം ഒരു രാത്രി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി കിടന്നുറങ്ങിയ ഒരു സമൂഹം ഇല്ലാതായിരിക്കും. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് പല മലയാളികൾ പല ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്തു. അപ്പോൾ എന്നെ കൊണ്ട് അത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ ഞാനൊരു വസ്ത്രവ്യാപാരിയാണ്. നമ്മുടെ കയ്യിൽ ഓണമൊക്കെ പ്രതീക്ഷിച്ച് ചെയ്ത് കരുതി കൂട്ടി വെച്ച കുറേ ഡ്രസ്സുകളുണ്ട്. പിന്നെ അത്യാവശ്യം എന്താണോ അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പത്തനാപുരത്തെ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. അവരിത് അതിന് തലേ ദിവസം തന്നെ അവരൊരു വണ്ടിയിൽ KSRTC കൊടുത്തു വിട്ടിരുന്നു. ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു, നമ്മളിങ്ങനെ ചെയ്യാം, നമുക്ക് എത്ര ഉള്ളത് എടുത്ത് അവിടെ എത്തിക്കാം. കാരണം അവരെ സംബന്ധിച്ച് അറിയാമല്ലോ, നിന്ന നിപ്പിൽ ഇട്ടിരിക്കുന്ന വേഷം മാത്രം ഇട്ടുകൊണ്ട് ഇറങ്ങി ജീവന് വേണ്ടി ഇറങ്ങി ഓടിയവരാണ്. അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കണം എന്ന് മാത്രം കരുതി ചെയ്തതാണ്. സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് ജീവനക്കാരുണ്ട്, ഒരുപാട് പേര് ഇതിൽ കൊണ്ടാണ് ജീവിക്കുന്നത് പോലും. അപ്പം അവരുടെ എല്ലാം ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണല്ലോ. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞു വന്നപ്പോൾ ഒരു ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഞാനിത് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ് അത് പാക്ക് ചെയ്തത്. പക്ഷെ അവരുടെ മനസ്സിലൊരു വിഷമം ഞാൻ കണ്ടിരുന്നു. എൻ്റെ കൂടെ വർഷങ്ങളായി നിൽക്കുന്നവരാണ്, അവരെൻ്റെ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ അവരുടെ കൂടെ നിന്ന് ഇത് പാക്ക് ചെയ്യാനും പിന്നെ അവർ കൂടെ നിന്നും എപ്പോഴും നിൽക്കുന്നുണ്ട് അവരെൻ്റെ കൂടെ. അപ്പോൾ അവർ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറെന്താ. അപ്പം നമ്മൾ എന്തെങ്കിലും വഴി ഒക്കും ഇത് ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കും, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ സാധനങ്ങളാണല്ലോ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ സാധനങ്ങളായിരിക്കും കൂടുതലും. ഇനിയിപ്പോൾ എങ്ങനെയാണ് തുടർന്നുള്ള ബിസിനസ്? നമ്മളുണ്ടെങ്കിൽ നാളെ നമുക്ക് നികത്താവുന്നതേ ഉള്ളൂ എല്ലാം. പക്ഷെ നാളെ നമ്മളില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും നികത്താൻ പറ്റില്ല. നമുക്ക് കടമുണ്ടായാലും ബാധ്യതകളാണെങ്കിലും ഇങ്ങോട്ടുള്ള ഇനി നേടാനുള്ളതാണെങ്കിലും നമ്മളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നാളെ ഈ ലോകത്തില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു. എൻ്റെ മനസ്സിൽ അതാണ് ഞാൻ ചിന്തിച്ചത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ എന്താവും? അപ്പം പിന്നെ നമുക്ക് എന്തും അവിടെയാണ് ഒരു മനുഷ്യന് നന്മ ചെയ്യാനുള്ള അവസരം തുറന്നു വരുന്നതാണ് എനിക്ക് കരുതുന്നത്. ഇത്തരം നന്മമരങ്ങളാണ് വയനാടിനെ താങ്ങി നിർത്തുന്നത്. സുനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.